Hello dears, welcome to my channel. ഇന്ന് നമ്മൾ ഒരു ദിവസം ചെയ്തിട്ടുള്ള 3 ചോക്ലേറ്റ് കേക്കുകളുടെ ഡിസൈനാണ് ഷെയർ ചെയ്യുന്നത്. നമുക്കിന്ന് ടോട്ടൽ 5 കേക്കുകളുടെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. 3 ചോക്ലേറ്റും ഒരു വാനിലയും പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റും. അപ്പോൾ ഞാനിന്ന് 3 ചോക്ലേറ്റ് കേക്കുകളുടെ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കേക്കുകളും ഒരു 5 മണിക്ക് മുന്നേ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു. ഈ കേക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോളായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ റോസറ്റ നോസിൽ ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ബാർസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേ വിഷും ബർത്ത്ഡേ ടോപ്പറൊക്കെ വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കേക്ക്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ആൾ ഭയങ്കര ചോക്ലേറ്റ് ലവറാണ്. അവൻ്റെ എല്ലാ ബർത്ത്ഡേസിനും അവൻ ചോക്ലേറ്റ് കേക്ക്സാണ് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു വലിയ ചോക്ലേറ്റ് ബാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ കേക്കിൽ ചോക്ലേറ്റ് ബാർസാണ് ചുറ്റും കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇതിൽ കുറച്ച് ഓറിയോസ് വെച്ച് കൊടുക്കാമെന്ന്. ഓറിയോസ് നമ്മളൊരു സ്ക്യൂറിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നല്ല തിരക്കിലായിരുന്നതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട്. ഓറിയോയുടെ ഒരു പീസ് വന്നിട്ട് അതിൻ്റെ ടോപ്പിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ബാക്കി ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കരുതുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയിം എഴുതി വെക്കുമ്പോൾ ഫോണിന് അത്യാവശ്യം ഒരു വലിപ്പമുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് കട്ടിയായത് ഇരിപ്പുണ്ടായിരുന്നു. അതതിന് മേലെ വെച്ചിട്ട് പതിയൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ നല്ല തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ എപ്പോഴും പറ്റാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് പിന്നെ ഇത് സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഞാനൊരു വലിയ ഫോണ്ടൻ ഷീറ്റിലാണ് നെയിം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ആൽബീന്ന്. അത് എഴുതിയിട്ട് ആ പോർഷൻ കവർ ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെച്ചത് ഹൈറ്റ് എത്ര പോരായിരുന്നു. അപ്പോൾ ഞാനതിൽ ഒരു സ്ക്യൂറും കൂടെ ഒന്ന് പതി വെച്ചിട്ട് ഒന്ന് സെലോ ടേപ്പ് ചുറ്റിയ ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കേക്ക്. ഇത് നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമറാണ്. മേഘ്നയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് പൊതുവേ നല്ല സിമ്പിളായിട്ടുള്ള കേക്കുകളാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞാൻ കരുതുന്നത് നെയിം ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് കേക്കിന് ചുറ്റും കുറച്ച് ഷുഗർ ബോൾസ്, വൈറ്റ് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 3 കേക്കുകളുടെ ഫൈനലൊക്കെ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ.